നമസ്കാരം. പുതിയ ബാർക്കോഴ ആരോപണത്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് അത്ര എളുപ്പമാകില്ല. ക്രൈംബ്രാഞ്ച് SP PS മധുസൂദനനാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം. AKG സെന്റർ ആക്രമണ കേസ്, മേയറുടെ കത്ത് വിവാദം തുടങ്ങിയ കേസുകൾ അന്വേഷിച്ചത് മധുസൂദനന്റെ നേതൃത്വത്തിലാണ്. ബാർ ഉടമകളുടെ സംഘടനാ നേതാവ് അനിമോന്റെ ശബ്ദരേഖയുടെ പശ്ചാത്തലത്തിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി MB രാജേഷ് DGPക്ക് നൽകിയ പരാതിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. എന്നാൽ PS മധുസൂദനനും സംഘത്തിനും മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. ബാർ അസോസിയേഷൻ നേതാവ് അനിമോൻ പണം പിരിക്കാൻ നിർദ്ദേശിക്കുന്ന ശബ്ദ സന്ദേശമാണ് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ ആകെയുള്ള തെളിവ്. അനിമോൻ ആരോപണം സ്വാഭാവികമായും നിഷേധിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ അയച്ച സന്ദേശമാണെന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കാനും സാധ്യതയുണ്ട്. പണപ്പിരിവ് നടത്തണമെന്ന് പറയുന്നുണ്ടെങ്കിലും പണം വാങ്ങിയതിനോ ആർക്കെങ്കിലും കൊടുത്തതിനോ നിലവിൽ തെളിവുകളില്ല. പണം വാങ്ങുന്നതിന് മുൻപോ കൊടുത്തതിന് ശേഷമോ തെളിവ് സഹിതം പിടികൂടിയാലേ കൈക്കൂലി കേസിന്റെ പരിധിയിൽ വരൂ. ശബ്ദ സന്ദേശത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് മന്ത്രി MB രാജേഷ് DGPയോട് ആവശ്യപ്പെട്ടത്. ഗൂഢാലോചന തെളിയിക്കണമെങ്കിൽ കൃത്യമായ തെളിവുകൾ വേണം. ഈ കേസിൽ അത്തരം സാധ്യതകൾ കുറവാണ്. ബിസിനസിനെ ബാധിക്കുമെന്നതിനാൽ ബാർ അസോസിയേഷനിലെ തർക്കങ്ങൾ അവർ തന്നെ വരും ദിവസങ്ങളിൽ ചർച്ചയിലൂടെ അവസാനിപ്പിച്ചേക്കാം. അതിനാൽ സാക്ഷികളെ ലഭിക്കാനും പോലീസിന് പ്രയാസമായിരിക്കും. ശബ്ദം അനിമോന്റേതാണെന്ന് ഉറപ്പിക്കാനുള്ള പരിശോധന കേരളത്തിൽ നടത്താൻ സംവിധാനമില്ല. ചണ്ഡീഗഡ് അടക്കമുള്ള സ്ഥലങ്ങളിലെ നാഷണൽ ലബോറട്ടറിയിൽ അയച്ചാണ് പരിശോധന നടത്തുന്നത്. ശബ്ദം അനിമോന്റേതാണെന്ന് വ്യക്തമായാലും അനുബന്ധ തെളിവുകളില്ലെങ്കിൽ കേസ് നിലനിൽക്കില്ല. ക്രൈംബ്രാഞ്ചിന് പ്രാഥമിക അന്വേഷണം നടത്തുന്ന രീതിയില്ല. കേസ് രജിസ്റ്റർ ചെയ്യാൻ സർക്കാരിനോ DGPക്കോ ക്രൈംബ്രാഞ്ചിനോട് നിർദ്ദേശിക്കാം. കേസ് അന്വേഷിക്കാൻ മാത്രമായും നിർദ്ദേശം ലഭിക്കും. അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചാൽ FIR രജിസ്റ്റർ ചെയ്യും. എക്സൈസ് മന്ത്രി MB രാജേഷ് വിദേശ സന്ദർശനത്തിന് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഫ്രാൻസ്, ബെൽജിയം, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്നാണ് വിവരം. കുടുംബത്തോടൊപ്പമാണ് യാത്ര. നേരത്തെ നിശ്ചയിച്ച സന്ദർശനമാണിത്. സ്വകാര്യ സന്ദർശനമായതിനാൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചല്ല യാത്രയെന്ന് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. മദ്യനയം മാറ്റാൻ സർക്കാരിന് പിരിവ് നൽകണമെന്ന ബാർ അസോസിയേഷൻ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി DGPക്ക് കത്ത് നൽകിയിരുന്നു. വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണപ്പിരിവ് വിഷയത്തിൽ മുതലെടുപ്പിന് ഇറങ്ങിയവരും പണം നൽകുന്നവരും കുടുങ്ങുമെന്ന് MB രാജേഷ് വ്യക്തമാക്കിയിരുന്നു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷനിലെ ആഭ്യന്തര തർക്കങ്ങളുടെ ഭാഗമായാണ് ശബ്ദ സന്ദേശം പുറത്തു വന്നതെന്ന് ന്യായീകരിക്കുമ്പോഴും CPM പ്രതിരോധത്തിലാണ്. മന്ത്രി MB രാജേഷ് രാജിവെക്കണമെന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധം കനക്കുമെന്ന വിലയിരുത്തലിൽ കൂടിയാണ് രാജി ആവശ്യം പാർട്ടി സെക്രട്ടറി ആദ്യം തന്നെ തള്ളിയത്. പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാത്ത CPI നേതൃത്വം വിവാദത്തിൽ CPMന് ഒപ്പമാണ്. മന്ത്രി DGPക്ക് പരാതി നൽകിയതിനെ CPI സ്വാഗതം ചെയ്യുന്നുണ്ട്. നന്ദി.